നമസ്കാരം. വെടിനിർത്തൽ കരാറിൽ ഒപ്പിടാൻ ഇസ്രയേലും ഹമാസും തീരുമാനിച്ചതോടെ തന്റെ ഇടപെടൽ ചരിത്ര വിജയമെന്ന് അവകാശപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ബന്ദികളെയെല്ലാം ഹമാസ് ഉടൻ വിട്ടയക്കും. ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെയും പിൻവലിക്കും. കരാറിന് ഇസ്രായേൽ മന്ത്രിസഭ ഉടൻ അംഗീകാരം നൽകും. അത് കഴിഞ്ഞാൽ കരാർ ഒപ്പിടും. ഗാസയിലെ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾക്കിടെ ഡൊണാൾഡ് ട്രംപ് പശ്ചിമേഷ്യ സന്ദർശിക്കാൻ സാധ്യതയുണ്ട്. ഇസ്രായേൽ ഹമാസ് സമാധാന ധാരണ ഒപ്പിടുന്നത് കാണാനായി ഞായറാഴ്ച ഈജിപ്തിൽ ട്രംപ് എത്തിയേക്കുമെന്നാണ് സൂചന. അടുത്ത 3 ദിവസത്തിനുള്ളിൽ ബന്ദികളെ വിട്ടയക്കുമെന്നാണ് വിവരം. ഈജിപ്തിൽ നടന്ന മധ്യസ്ഥ ചർച്ചകളിലാണ് ട്രംപിന്റെ 20 ദിന രൂപരേഖയുടെ ആദ്യഘട്ടത്തിന് അംഗീകാരമായത്. ഇതനുസരിച്ച് ഗാസയിൽ നിന്ന് ഇസ്രായേൽ സേനാ പിന്മാറ്റവും ബന്ദികളുടെ മോചനവും വരും ദിവസങ്ങളിലുണ്ടാകും. സംഘർഷം അവസാനിപ്പിക്കാനുള്ള US പ്രസിഡന്റ് ട്രംപ് നിർദ്ദേശിച്ച കരാറിനോട് ഹമാസും ഇസ്രായേലും അനുകൂലമായിട്ടാണ് പ്രതികരിച്ചത്. ഇസ്രായേൽ ജയിലുകളിൽ തടവിലാക്കിയ ഫലസ്തീൻ തടവുകാർക്ക് പകരമായി ഗസയിലെ ഇസ്രായേൽ ബന്ദികളെ വിട്ടയക്കുന്നത് ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ടെന്നാണ് വിവരം. ഗസയിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള സമാധാന കരാർ നിലവിൽ വരുമെന്നാണ് പ്രതീക്ഷയെന്ന് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഗസ സമാധാന ചർച്ചകളിൽ പങ്കെടുക്കാൻ അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ട്രംപിന്റെ മരുമകൻ ജാരഡ് കുഷ്നറും ഈജിപ്തിലെത്തി ചർച്ചകളുടെ ഭാഗമായിരുന്നു. സമാധാനം യാഥാർത്ഥ്യമാക്കാൻ ഇടപെട്ട ട്രംപിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നന്ദി അറിയിച്ചു. ചർച്ചകളിൽ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ച ഹമാസ് ഇസ്രായേൽ മോചിപ്പിക്കേണ്ട തടവുകാരുടെ പട്ടിക കൈമാറിയിരുന്നു. ബന്ദികളെ ഹമാസും 1950 ഫലസ്തീൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിക്കണമെന്നാണ് സമാധാന പദ്ധതിയിലെ നിർദ്ദേശം. 2 വർഷം നീണ്ട ഭീകരമായ യുദ്ധത്തിനാണ് അറുതി വരുന്നത്. ഗസയിൽ നിർണായകമായ വെടിനിർത്തൽ ധാരണയായതായി ട്രംപ് പ്രഖ്യാപിക്കുകയായിരുന്നു. ഇസ്രായേലും ഹമാസും തമ്മിൽ ഒരു സമാധാന പദ്ധതിയുടെ ആദ്യഘട്ടത്തിന് ധാരണയിലെത്തിയെന്ന ട്രംപിന്റെ വെളിപ്പെടുത്തൽ ലോകമെമ്പാടും ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചുവടുവയ്പായാണ് ഈ നീക്കം വിലയിരുത്തപ്പെടുന്നത്. ഞങ്ങളുടെ സമാധാന പദ്ധതിയുടെ ആദ്യഘട്ടം ഇസ്രായേലും ഹമാസും അംഗീകരിച്ചെന്ന് പ്രഖ്യാപിക്കാൻ ഏറെ സന്തോഷമുണ്ട്. ഇതിനർത്ഥം എല്ലാ ബന്ദികളെയും ഉടൻ മോചിപ്പിക്കും. ശക്തവും നിലനിൽക്കുന്നതും ശാശ്വതമായ സമാധാനത്തിലേക്കുള്ള ആദ്യ ചുവടുകളായി ഇസ്രായേൽ അവരുടെ സൈന്യത്തെ ഇരുകൂട്ടരും അംഗീകരിക്കുന്ന മേഖലയിലേക്ക് പിൻവലിക്കും. എല്ലാ കക്ഷികളോടും നീതിപൂർവ്വം പെരുമാറും. അറബ് മുസ്ലിം ലോകത്തിനും ഇസ്രായേലിനും ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങൾക്കും അമേരിക്കൻ ഐക്യനാടുകൾക്കും ഇതൊരു മഹത്തായ ദിവസമാണ്. ഈ ചരിത്രപരവും അഭൂതപൂർവമായ സംഭവം യാഥാർത്ഥ്യമാക്കാൻ ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ച ഖത്തർ, ഈജിപ്ത്, തുർക്കി എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള മധ്യസ്ഥർക്ക് ഞങ്ങൾ നന്ദി പറയുന്നുവെന്നും ട്രംപ് വ്യക്തമാക്കി. സംഘർഷങ്ങളാൽ കലുഷിതമായ ഗാസ മുനമ്പിൽ ആയിരക്കണക്കിന് നിരപരാധികളുടെ ജീവനെടുക്കുകയും ലക്ഷക്കണക്കിന് ആളുകളെ ഭവനരഹിതരാക്കുകയും ചെയ്ത യുദ്ധത്തിനാണ് ഈ ധാരണയിലൂടെ താൽക്കാലിക വിരാമമാകുന്നത്. ട്രംപിന്റെ ഗാസ സമാധാന നിർദ്ദേശങ്ങളുടെ ഭാഗമായിട്ടാണ് വെടിനിർത്തൽ കരാർ. കഴിഞ്ഞ 2 വർഷത്തിനിടെ ഗാസ അനുഭവിച്ച കെടുതികൾക്ക് ഒരു ശമനം നൽകാൻ ഈ നീക്കത്തിന് കഴിയുമെന്നാണ് പ്രതീക്ഷ. കരാറിന്റെ വിശദാംശങ്ങൾ പൂർണ്ണമായി പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ആദ്യഘട്ടത്തിൽ വെടിനിർത്തൽ ഉറപ്പാക്കുകയും മാനുഷിക സഹായങ്ങൾ എത്തിക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാന ലക്ഷ്യം. പിന്നീട് തടവുകാരുടെ കൈമാറ്റം, മേഖലയുടെ പുനർനിർമ്മാണം തുടങ്ങിയ കാര്യങ്ങളിലേക്ക് കടക്കുമെന്നും സൂചനകളുണ്ട്. ഈ ധാരണ യാഥാർത്ഥ്യമാകുന്നതോടെ പതിറ്റാണ്ടുകളായി തുടരുന്ന സംഘർഷത്തിന് ഒരു പുതിയ ദിശാബോധം വരുമെന്നാണ് വിലയിരുത്തൽ. US നേതൃത്വത്തിൽ നടക്കുന്ന സമാധാന ശ്രമങ്ങൾ ഭാവിയിൽ എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും ലോകം ഉറ്റുനോക്കുന്നു. ഈ വെടിനിർത്തൽ എത്രത്തോളം വിജയകരമാകുമെന്നും ഒരു സമ്പൂർണ്ണ സമാധാനം ഗാസയിൽ യാഥാർത്ഥ്യമാക്കാനാകുമോ എന്നതും ഇസ്രായേലിന്റെയും ഹമാസിന്റെയും അടുത്ത നീക്കങ്ങളെ ആശ്രയിച്ചിരിക്കും. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നിർദ്ദിഷ്ട സമാധാന കരാറിന്റെ ആദ്യഘട്ടത്തിന് ഇസ്രായേലും ഹമാസും അംഗീകാരം നൽകിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബുധനാഴ്ച രാത്രിയിലാണ് പ്രഖ്യാപിച്ചത്.